ഹലോ പ്രിയപ്പെട്ടവരെല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടാഗ് ലൈൻസിന്റെ ഉപയോഗം എന്താണ്. യൂട്യൂബ് ഇപ്പോൾ അതിന്റെ ടാഗ് ലൈൻസിന്റെ പ്രാധാന്യം കുറച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്, ഇപ്പോഴും ടാഗ് ലൈൻ അങ്ങനെയാണ്. നിങ്ങൾ ടാഗ് ലൈൻ അങ്ങനെ കൊടുക്കൂ, ഇങ്ങനെ കൊടുക്കൂ, ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ടാഗ് ലൈൻസുകൾ കൊടുക്കൂ, അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കീവേഡ്സുകൾ കൊടുക്കൂ, നിങ്ങളുടെ വീഡിയോസ് കയറി പോകും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പല വീഡിയോസും ഞാൻ കണ്ടു. പലരും ഈ ടാഗ് ലൈൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. പക്ഷെ അതെല്ലാം റോങ് ആണ്. അപ്പോ ഈ കീവേഡ്സിന്റെ പ്രാധാന്യം എന്താണെന്നും കീവേഡ്സ് നമുക്ക് ഏറ്റവും അപകടകരമായിട്ട് വരുന്ന ഒരു അവസരമുണ്ട്. ഇപ്പൊ പല ആളുകളും യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇപ്പോഴും ആ പഴയ 2024-23 ഒരുപാട് യൂട്യൂബർമാർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ SEO, സെർച്ചിങ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് SEOയുടെ ഫുൾ ഫോം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സെർച്ചിങ് ഇങ്ങനെ തിരയുമ്പോൾ നിങ്ങൾ അവിടെ പ്രധാനപ്പെട്ട വീഡിയോ ട്രെൻഡിങ് ആയിട്ടുള്ള കീവേഡ്സുകൾ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് അപ്പോൾ അത് അങ്ങോട്ട് കയറി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നവരുണ്ട്. വ്യക്തമായി യൂട്യൂബ് പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇതിന്റെ പ്രാധാന്യം കുറച്ചു എന്നുള്ളത്. ഇപ്പൊ യൂട്യൂബ് മെയിനായിട്ട് എന്ത് വീഡിയോസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പ്രധാനമായും ഇത് എന്ത് വീഡിയോസ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇപ്പോ ശരിക്കും ഈ ഒരു ടാഗ് ലൈൻ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ടാഗ് ലൈൻ ഒക്കെ ഒരു 1000 അക്ഷരങ്ങൾ വരെ കൊടുക്കാം എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും ചുരുങ്ങിയത് ഒരു ടാഗ് ലൈൻ നമുക്ക് വേണമെന്നില്ല ഒരക്ഷരത്തിലും കൊടുക്കാം. ഒരക്ഷരം 2 അക്ഷരമൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ എത്ര അക്ഷരം വരെ ഉപയോഗിക്കാം? ഒരു വാക്കിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1000 വാക്ക് വരെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ റൂൾസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല, ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂട്യൂബിൽ പ്രധാനമായും ഇപ്പൊ യൂട്യൂബ് നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നിങ്ങളുടെ ക്യാപ്ഷൻ, രണ്ടാമത് നിങ്ങളുടെ തംബ്നെയിൽ, മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ, നാലാമത് നിങ്ങളുടെ #ടാഗ് ആണ്. ഇത് 4ഉമാണ് പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് ഇനിയുള്ളത് വീഡിയോ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ആണ്. ഇപ്പോ AI കാലമാണ്. നിങ്ങൾ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് അത് എനി ലാംഗ്വേജ് ആയി കഴിഞ്ഞാലും, മലയാളത്തിലായാലും, യൂട്യൂബിന് ഇപ്പൊ AI കാലത്തിൽ ആ വീഡിയോയുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചാൽ തന്നെ യൂട്യൂബിന് മനസ്സിലാകും ഇത് ഇന്ന വീഡിയോസ് ആണ് എന്നുള്ളത്. അത്തരം വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സെർച്ചിങ്ങിലൂടെ ഒക്കെ അത് കൊണ്ടുവരാൻ ഇപ്പൊ യൂട്യൂബിന് പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വിനയാകുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത്, നിങ്ങളുടെ ചാനലിന്റെ വ്യൂസിനെ പാടേ കളയുന്ന കാര്യമാണ് ചില യൂട്യൂബർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ട്രെൻഡിങ് ആയിട്ടുള്ള കീവേഡ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബിരിയാണി വെക്കുന്ന ഒരു കണ്ടന്റ് ആണ് നിങ്ങൾ ഇടുന്നത് എങ്കിൽ, ഈ ബിരിയാണി വെക്കുന്നവൻ ഹൗ ടു മേക്ക് ബിരിയാണി എന്ന ടാഗ് കൊടുക്കല്, അല്ലെങ്കിൽ ഹൗ ടു മേക്ക് സ്പെഷ്യൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ടാഗുകൾ കൊടുക്കുന്നത്. പക്ഷെ അവിടെ ഈ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ളത്. അപ്പൊ നിങ്ങൾ വിജയ് ന്യൂ ഫിലിം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു സംഭവം അടിച്ചിടും. വിജയുടെ ഏറ്റവും പുതിയ സിനിമ, അല്ലെങ്കിൽ അജിത്തിന്റെ പുതിയൊരു സിനിമ, മൂവി സോങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ മോഹൻലാലിന്റെ പുതിയൊരു സിനിമ വരുന്നുണ്ട്, ബബ്ബബ്ബ എന്ന് പറയുന്നത്, ബബ്ബബ്ബ മോഹൻലാൽ മൂവി സോങ്സ് എന്നൊക്കെ നിങ്ങൾ അടിച്ചിടും. ഞങ്ങളെപ്പോലെ ഉള്ളവർ ഇങ്ങനെ ബബ്ബബ്ബ എന്നിങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള നിങ്ങളുടെ വീഡിയോസ് ആയിരിക്കും ഇങ്ങനെ പൊന്തി വരുന്നത്. അപ്പൊ ഇതോടുകൂടി ഞങ്ങൾക്ക് യൂട്യൂബിനോടുള്ള ഒരു വിശ്വാസയോഗ്യത അവിടെ നഷ്ടപ്പെടുകയാണ്. അത്തരത്തിൽ തെറ്റായി നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ ബിരിയാണിയുടെ വീഡിയോസ് ആണെന്ന് ഓൾറെഡി യൂട്യൂബിന് അറിയാം. അവിടെ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നും മോഹൻലാൽ സോങ്സ് എന്നും വേറെ മറ്റു കാര്യങ്ങളും എന്ന് 2-3 കാര്യങ്ങൾ ഇങ്ങനെ കൂടി ചേരുമ്പോൾ തന്നെ യൂട്യൂബ് തന്നെ കൺഫ്യൂഷനായി വീഡിയോസ് ഡൗൺ ആക്കിയിടും. ഓക്കെ, പ്രധാനപ്പെട്ടിട്ടും നിങ്ങൾ കീവേഡ്സുകൾ കൊടുക്കൂ. നിങ്ങളുടെ വീഡിയോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം സെർച്ച് ചെയ്യാൻ ഉപയോഗപ്പെട്ടുള്ള വളരെ കുറച്ച് കീവേഡ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ആ ലിമിറ്റേഷനിൽ നിന്ന് #ടാഗുകളുടെ കാര്യത്തിലും ഇത് #ടാഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എന്ത് വീഡിയോസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ 60 #ടാഗിന് മുകളിലൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് തീർച്ചയായിട്ടും ആ വീഡിയോസ് ഞങ്ങൾ ഡൗൺ ചെയ്തിടും എന്നുള്ളത് യൂട്യൂബ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഈ ടാഗ് ലൈൻസ് പോലെ തന്നെ #ടാഗുകൾ കൊടുക്കുമ്പോഴും ഒരു 12, 13, 7 #ടാഗ് വരെ ലിമിറ്റേഷൻ വെച്ച് കൊടുക്കുക. 7, 6 മുതൽ ഒരു 15ന്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. മാക്സിമം കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ യൂട്യൂബ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ ടാഗ് ലൈൻസ്, കീവേഡ്സ് മറ്റത് മറിച്ചതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ വീഡിയോസ് ആണ്. നിങ്ങളുടെ വീഡിയോസ് ക്വാളിറ്റി ഉള്ളതാണോ ഞങ്ങൾ അത് കയറ്റി വിടും.
ആളുകൾ കാണും എന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ വ്യൂസ് കളയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ ആളുകളൊക്കെ പറയുന്നത് പോലെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ്ടാഗുകളും കീവേഡ്സുകളും ഇനി ഇവിടുന്ന് 2025 നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം. നല്ല വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നവരിലേക്ക് ആ യൂട്യൂബ് റെക്കമെൻഡേഷൻ ആയി പറഞ്ഞയക്കും. ഓക്കെ, നിങ്ങളുടെ വീഡിയോസ് അവരെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണും എന്നല്ലാതെ ആരെയും നിർബന്ധിച്ച് കാണിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് നിങ്ങളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ റോങ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ വീഡിയോസ് ഇടുന്നവൻ ബിരിയാണിയുമായി ബന്ധപ്പെട്ടുള്ള ഹാഷ്ടാഗുകളും കീവേഡ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് ചിലരെ എളുപ്പമായി പ്രതീക്ഷിക്കുന്നവർക്ക് എപ്പോഴും എമണ്ടൻ പണി കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ പറയാൻ കാരണം ഇപ്പോൾ പണ്ടും ഇപ്പോഴും നമ്മൾ വ്യക്തമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാനൊരുവിധം എല്ലാ യൂട്യൂബ് ടെക്കുകാരുടെയും ഞാൻ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. ഇപ്പൊ അടുത്തായിട്ട് ഒരു പെൺകുട്ടി ഞാൻ ഇരുന്ന് പറയുന്നത് കേട്ടു. യൂട്യൂബ് ബാക്ക് ലിങ്ക്, ഒരു പെൺകുട്ടിയാണ് പറയുന്നത് യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന ഒരു സംഭവം ആരുടെയെങ്കിലൊക്കെ വീഡിയോസ് കണ്ടിട്ടായിരിക്കും. പണ്ടും ഞാൻ ഇതിനെക്കുറിച്ചിട്ട് മറ്റൊരു വ്യക്തി ഇതിനെക്കുറിച്ച് യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ വീഡിയോസ് പല സൈറ്റുകളിലേക്കും, അതായത് നോമിൽ പോയിട്ട് യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു സൈറ്റ് അവിടെ പ്രത്യക്ഷമാകും. ആ സൈറ്റിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഏകദേശം 100ഓളം സൈറ്റുകൾ കാണാൻ പറ്റും. അതിലേക്ക് നമ്മുടെ ലിങ്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ 100ഓളം സൈറ്റുകൾ കാണുന്നുണ്ട്. ഇത് എന്ത് സൈറ്റാണെന്ന് ഇവർക്ക്, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ പറയുന്നത് എന്ത് സൈറ്റാണ് എന്നുള്ളത്. ഈ യൂട്യൂബ് എന്ന് വെച്ചാൽ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് നമുക്കറിയാവുന്ന സൈറ്റുകൾ അല്ലെങ്കിൽ ആപ്പുകൾ ഏതാണ്? ഫേസ്ബുക്ക് നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാം നമുക്കറിയാം, പഴയ ടിക്ടോക്ക് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതപ്പോ യൂട്യൂബ് നമുക്കറിയാം. അങ്ങനെ പോയി ട്വിറ്റർ, ഇങ്ങനെ ഹലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആപ്പുകൾ ഒഴിച്ച് ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് അറിയാത്ത ആപ്പുകളാണ്. ഇത്തരം ആപ്പുകളിലേക്ക്, നമുക്ക് സുപരിചിതമല്ലാത്ത ആപ്പുകളിലേക്ക് നിങ്ങൾ ലിങ്ക് പറഞ്ഞയക്കുകയും യൂട്യൂബ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഇത്, പോൺ സൈറ്റുകളിലേക്ക് വരെ നിങ്ങളുടെ ഈ ഒരു കണ്ടന്റ് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പോൺ സൈറ്റ് എന്ന് അറിയാത്തവർ സെക്സ് വീഡിയോസ് കാണിക്കുന്ന സൈറ്റുകളെയാണ് പോൺ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അത്തരം സൈറ്റുകളിലേക്ക് വരെ ഈ ലിങ്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നുള്ളതും. ഇത്തരം സൈറ്റുകൾ നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഇത് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞയക്കുന്നത് എങ്കിൽ ഇത്തരം വീഡിയോസ് ചെയ്തവർ വ്യക്തമായി പറയട്ടെ. ഈ 90 സൈറ്റും ഈ സൈറ്റ് ഇതാണ്, ഈ സൈറ്റ് ഇതാണ്, ഈ സൈറ്റ് ഇതാണ് എന്നുള്ളത് അവർ പറയട്ടെ. പറയാൻ പറ്റില്ല. അപ്പോ ഇത്തരത്തിൽ വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് ഇത്തരം സൈറ്റുകളിലേക്ക് നിങ്ങൾ വീഡിയോസ് പറഞ്ഞയക്കുക അല്ലെങ്കിൽ വീഡിയോസിന്റെ ലിങ്ക് ഇടുക എന്നുള്ളത്. എന്ത് വീഡിയോസ് ആണ്, നിങ്ങളുടെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണാൻ ഒരു പോൺ സൈറ്റിലേക്കൊന്നും നിങ്ങളെ പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല. അവിടെ മറ്റു പലതുമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് ആളുകൾ. ഓക്കെ, അപ്പൊ അത്തരം സൈറ്റുകളിൽ നിങ്ങളുടെ വീഡിയോസ്, എസ്പെഷ്യലി ഗേൾസിന്റെ ഒക്കെ വീഡിയോസ് ഇത്തരം സൈറ്റുകളിലേക്ക് പോയാൽ വരാനിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കും. ഇത്തരം സൈറ്റുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാലുള്ള അപകടം എന്താണെന്നുള്ളത്. അപ്പൊ ഈ യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ അപകടങ്ങളും അപകട സാധ്യതകളും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലൊക്കെ ഇപ്പൊ പുതിയ ആളുകളും പഴയ ആളുകളൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് നമുക്ക് ഒരു ഹാഷ്ടാഗ് ആയാലും കീവേഡ്സ് ആയാലൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു കാര്യത്തിന് ഞാൻ എതിരല്ല. നിങ്ങൾ ജനറേറ്റ് ചെയ്തെടുത്തോളൂ. പക്ഷെ അവിടെയും നിങ്ങളുടേതായ സംഭാവനകൾ നിങ്ങൾ അതിന് നൽകണം എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമുക്ക് ബിരിയാണി തന്നെ എടുക്കാം. ഇന്നലെ ബിരിയാണി ഇടുന്ന ഒരു വ്യക്തി ടൈപ്പ് ചെയ്താലും നാളെ ഇടുന്ന ഒരു വ്യക്തി ടൈപ്പ് ചെയ്താലും, ഞാൻ ഇപ്പൊ ഇന്ന് ബിരിയാണി ഉണ്ടാക്കി വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി ടൈപ്പ് ചെയ്താലും, ഞാൻ എന്ന വ്യക്തി ആര് ടൈപ്പ് ചെയ്തിട്ട് കുറച്ച് ഹാഷ്ടാഗ് ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ തരുന്നത് ഈ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് തരുന്നത് എന്താണ്, ഒരേപോലെയുള്ള ഈ കീവേഡ്സുകളാണ്, അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഹാഷ്ടാഗുകളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ അതാണ് വീണ്ടും പേസ്റ്റ് ചെയ്യുന്നത്. നീയും ഞാനും അവനും എല്ലാവരും ഒരേ ഹാഷ്ടാഗുകളും കീവേഡ്സുകളും ഇട്ടാൽ പിന്നെ വീഡിയോസിന് എന്ത് വ്യത്യാസമാണുള്ളത്? എല്ലാവരും വീഡിയോസ് ഒരുപോലെ ഇല്ലേ? അപ്പൊ മാക്സിമം സ്വന്തമായി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ അങ്ങനെ ഉണ്ടാക്കി അത് നോക്കി വെക്കുക. അത് കോപ്പി പേസ്റ്റ് ചെയ്യാതെ പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിലേക്ക് നിങ്ങളുടെ പേരും ഇയറും
കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആഡൊക്കെ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നല്ലാതെ അത് മൊത്തത്തിൽ അങ്ങനെ കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോസ് ഡൗൺ ആവാൻ ഇതൊക്കെ തന്നെയാണ് കാരണം എന്നുള്ളത് ആദ്യം വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ കീവേഡ്സിന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ്. SEO കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ SEO കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കീവേഡ്സുകൾ ചേർക്കാതിരിക്കുക. ആ യൂട്യൂബ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ എന്താണ് നമ്മൾ കീവേഡ്സ് ആയി കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ ലളിതമായി പറയുന്നു. എന്ത് വീഡിയോസ് ആണ് എന്നുള്ളത് നമുക്ക് SEOയിലൂടെ യൂട്യൂബിന് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ സെർച്ച് ചെയ്താൽ ആളുകൾക്ക് ഈ വീഡിയോസ് കിട്ടണം എന്നുള്ളത്. അപ്പൊ ഈ വീഡിയോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളാവുമ്പോഴാണ് ഇവിടെ വീഡിയോസ് ഡൗൺ ആക്കിയിടാനും ഉള്ള മറ്റു കാര്യങ്ങളും യൂട്യൂബിന്റെ അൽഗോരിതം കൺഫ്യൂഷൻ ആകാനും ഒക്കെയുള്ള സാധ്യതകൾ ഇവിടെ കൂടുന്നത്. ഓക്കെ പ്രിയപ്പെട്ടവർ, അപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇത്തരത്തിൽ ഈ ബാക്ക്ലിങ്ക് ജനറേറ്ററുകളും അതുപോലെ തന്നെ കാര്യങ്ങളും ഉപയോഗിക്കാതിരിക്കുക. യൂട്യൂബിൽ ബന്ധമില്ലാത്ത നിങ്ങളുടെ വീഡിയോസുമായി ബന്ധമില്ലാത്ത ഹാഷ്ടാഗുകളും കീവേഡ്സുകളും പാടെ ഒഴിവാക്കുക. നിങ്ങളുടെ രാജാവ് നിങ്ങളുടെ വീഡിയോ തന്നെയാണ്. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നന്നാക്കുക എന്നുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ വളരെ വ്യക്തമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഡിസ്ക്രിപ്ഷനും ഞാൻ പറഞ്ഞു തന്ന ഈ വീഡിയോസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഡിസ്ക്രിപ്ഷൻ, ഹാഷ്ടാഗ്, ക്യാപ്ഷൻ ആൻഡ് തംബ്നെയിൽ. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കൊടുക്കുക. ബാക്കി എല്ലാ ഓപ്ഷനുകളും ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വീഡിയോസ് നല്ലതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറും എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്ത വീഡിയോസ് ഏതെങ്കിലും ഒരു കാലത്ത് കയറും എന്ന് പറയാം. ഓക്കെ, ബാക്കിയുള്ളതൊന്നും ശാശ്വതമല്ല, അപകടം പിടിച്ച പരിപാടികളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇനി ഉപകാരം എന്ന് എനിക്ക് തോന്നുന്ന മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.